എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ യൂട്യൂബ് വീഡിയോ ഉഷാറായിട്ട് പോകുന്നുണ്ട്, യൂട്യൂബ് ചാനൽ ഉഷാറായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇപ്പം എനിക്ക് ഏകദേശം എനിക്കൊന്ന് 56 സബ്സ്ക്രൈബേഴ്സായി. അത് ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുടങ്ങുമ്പോൾ എനിക്കൊരു 3 സബ്സ്ക്രൈബേഴ്സേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ അത് 56-ൽ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നവർക്കും വീഡിയോ കാണുന്നവർക്കും. വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. പിന്നെ അപ്പോൾ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ജിമ്മിൽ അത്യാവശ്യം റഷ് കുറവായിരിക്കും ജുമാൻ്റെ ടൈം. എനിക്കൊന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഞാൻ ഒരു വീഡിയോ എടുത്തതെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച, അപ്പോൾ നമുക്കിന്ന് ഒരു ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ചെസ്റ്റ് വർക്കൗട്ട് ആക്ച്വലി തിങ്കളാഴ്ചയാണ് ഞാൻ ചെയ്യൽ, പക്ഷേ ഡ്യൂട്ടീൻ്റെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ആയതുകൊണ്ട് എനിക്ക് തിങ്കളാഴ്ച ചെയ്യാൻ പറ്റിയിട്ടില്ല. അതേപോലെ ഒരു വീഡിയോ എടുക്കണം എന്നുള്ള ഫുൾ വീഡിയോ എടുക്കണം എന്നുള്ള മൈൻഡിൽ ഞാനത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് ഒരു 4 വർക്കൗട്ട് കഴിഞ്ഞു. ഷോൾഡർ കഴിഞ്ഞു, ബാക്ക് കഴിഞ്ഞു, ലെഗ്സ് കഴിഞ്ഞു, പിന്നെ ആംസ് നാളെ കളിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഫ്രീ ആയതുകൊണ്ട് തന്നെ ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യാന്നുള്ള പ്ലാനിലാണുള്ളത്. ചെസ്റ്റ് വർക്കൗട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പറും ലോവറും കൊടുക്കാന്നുള്ള പ്ലാനിലാണുള്ളത്. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാർബൽ വെച്ചിട്ടുള്ള ബെഞ്ച് പ്രസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോർമൽ ഗെയിമാണ് കളിക്കുന്നത്, അല്ലാണ്ട് സൂപ്പർ സെറ്റോ അല്ലെങ്കിൽ ഡ്രോപ്പ് സെറ്റോ ഒന്നല്ല. വെരി നോർമൽ ആയിട്ടുള്ള എല്ലാവർക്കും ബിഗിനേഴ്സിനായാലും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് സ്കെഡ്യൂളാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു 5 ഗെയിംസ് അല്ലെങ്കിൽ 6 ഗെയിംസ് ചെസ്റ്റിനും ഒരു 2 ഗെയിം ട്രൈസെപ്സിനും കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ട്രൈസെപ്സ് അല്ലെങ്കിൽ ഫോർ ആംസ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം, നമുക്ക് അവിടുത്തെ ഒരു സിറ്റുവേഷനും ഒക്കെ നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, വീഡിയോ കാണുന്നവരെന്തായാലും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ പുതിയ ചാനലാണ്, അപ്പോൾ അതിൻ്റേതായ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. സജഷൻസ് ആണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. സജഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കാരണം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ആ സജഷൻസിനാണ് വരിക. അപ്പോൾ എല്ലാവരും സജഷൻ പറയുക, അഭിപ്രായങ്ങൾ പറയുക, കമൻ്റ് ഇടുക. പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഇനിയും കൂടുന്നു വിചാരിക്കുന്നത്. നോക്കാം, നമുക്ക് മാക്സിമം ട്രൈ ചെയ്യുക. ഞാൻ ഫുഡ് വീഡിയോ അല്ലെങ്കിൽ എന്താ പറയണ്ടേ, മീൽസ് വീഡിയോ ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. എനിക്ക് കറക്റ്റൊരു പ്ലാൻ ഉണ്ട്, അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മീൽസ് വീഡിയോ ചെയ്യും. പിന്നെ ഇപ്പം ഞാൻ വർക്കൗട്ട് ഫസ്റ്റ് ഫിനിഷ് ചെയ്തതിന് ശേഷം പിന്നെ മീൽസിലേക്ക് കിടക്കാമെന്നുള്ള പ്ലാനിലാണുള്ളത്. ഫുൾ വീഡിയോ തന്നെ ചെയ്യാമെന്ന് പ്ലാനുണ്ട് മനസ്സിൽ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ഇന്ന് പ്രീ വർക്കൗട്ട് മീല് ചെറിയ ലൈറ്റായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് എണീക്കാൻ കുറച്ച് ലേറ്റായി, അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് പ്രീ വർക്കൗട്ട് മീൽ ലൈറ്റായിട്ടേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ജിമ്മിലോട്ട് പോകാം, വർക്കൗട്ട് ചെയ്യാം. പൊളിച്ചാലോ? ബാ, ലെറ്റ്സ് ഗോ. നമ്മുടെ മാല നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ ഇങ്ങനത്തെ ചെറിയൊരു മാലയൊക്കെ ഇടുമ്പോൾ ഒരു കോൺഫിഡൻസാണ്. എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല, ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു രസമാണ്. പിന്നെ ഈ വാച്ച്, ചിലവർ റിസ്റ്റ് സപ്പോർട്ട് ഇടും. അതൊക്കെ ഒരു എന്താ പറയുക, ഒരു രസമാണ് വർക്കൗട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റായി. ഇനി മൈക്കിൻ്റെ ചാർജർ എടുത്തിട്ടുണ്ട്, ഹെഡ്സെറ്റ് ഉണ്ട്. ഇനി മൊബൈൽ സ്റ്റാൻഡ് എടുക്കുന്നു, പ്രീ വർക്കൗട്ട് മീൽ കഴിക്കുന്നു, പൊളിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് പ്രീ വർക്കൗട്ട് സെറ്റ് ചെയ്യാം. ബോൾ എടുത്തിട്ടുണ്ട്, ഓട്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടൈമില്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഓക്കെ, പിന്നെ കുറച്ച് പാല് സെറ്റ് ചെയ്യാം.
അതിൽ കുതിരുന്ന പോലെ കുറച്ച് പാലൊഴിച്ച് റെഡിയായി. പിന്നെ നമ്മുടെ നോർമൽ നേന്ത്രപ്പഴം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രീ വർക്കൗട്ട് മീല്. ഓട്സ് മീലും പ്ലസ് ഒരു പഴവും പിന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കഴിക്കാം, പോവാം, പൊളിക്കാം. ഓക്കെ, അപ്പോൾ ബാക്കി ജിമ്മിൽ നിന്ന് കാണാം. കുഞ്ഞിപ്പണ്ണിനെ ചേച്ചി പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട്, അവൾക്ക് മറ്റേ ബോയിൽഡ് എഗ്ഗ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് കഴിച്ചിട്ട് നേരെ ജിമ്മിലോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് ബാക്കി ജിമ്മിൽ നിന്ന് കാണാം. റെഡി അല്ലേ? പൊളിക്കാം, വാ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നമ്മൾ ജിമ്മിലെത്തി, വർക്കൗട്ട് തുടങ്ങാൻ പോകുന്നു. പ്രീ വർക്കൗട്ട് മീൽ കഴിച്ചു, സെറ്റാണ്. പിന്നെ ക്രിയേറ്റിൻ കഴിച്ചു. ഇപ്പോൾ ഏകദേശം 1:15. അപ്പോൾ നമുക്ക് ലൈറ്റ് വാമപ്പ്, പുഷപ്പ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ പുള്ളപ്സും തുടങ്ങിയാലോ. വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ ബാൻഡ്സ് വേണം, ബാൻഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെസ്റ്റ് കളിക്കുമ്പോൾ നമ്മുടെ ഈ എൽബോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പെയിനും ഫ്യൂച്ചറിൽ പെയിനും കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ എൽബോ സപ്പോർട്ട് എപ്പോഴും നല്ലതാണ്. ഞാൻ ഇതുവരെ ആക്ച്വലി അത് യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. പക്ഷേ എപ്പോഴും ഞാൻ എൻ്റെ മൈൻഡിൽ വിചാരിക്കുന്നുണ്ട് വാങ്ങണം എന്നുള്ളത്, വിട്ടുപോകും. പിന്നെ ഞാൻ ജസ്റ്റ് സജഷൻ പോലെ പറഞ്ഞാണ്. യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും, എൽബോ സപ്പോർട്ട് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ചെസ്റ്റ് പ്ലസ് ട്രൈസെപ്സ് ആണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. വലിയ തിരക്കൊന്നുമില്ല ജിമ്മിൽ. നമുക്ക് നല്ലൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ചൂടുണ്ട്, അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ ഉണ്ട് പുറത്ത്. എനിക്ക് തോന്നുന്നു 43 or 44 എന്തോ ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ എത്രമാത്രം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഹൈഡ്രേറ്റ് ചെയ്യാം നല്ലോണം, വെള്ളം കുടിച്ചിട്ട് മാക്സിമം എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ എല്ലാവരും വർക്കൗട്ട് വീഡിയോ ഫുള്ള് കാണണം. അപ്പോൾ നമുക്ക് ലൈറ്റ് വാമപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നോർമൽ സ്ട്രെച്ചിങ്ങിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ജോയിൻറ്റ്സ് ഒക്കെ ഒന്ന് കറക്കി എടുക്കാം. ഓക്കെ, ഇതേപോലെ ചെസ്റ്റിനും ഷോൾഡേഴ്സിനും നമ്മളെപ്പോഴും നമ്മുടെ എൽബോ ജോയിൻറ്റ്സ് അതേപോലെ ഷോൾഡർ ജോയിൻറ്റ്സ് എപ്പോഴും നന്നായിട്ട് ചൂടാക്കി കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇഞ്ചുറീസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, 10 നമ്പർ വെച്ചിട്ട് ജോയിൻറ്റ്സ് ഒക്കെ റൊട്ടേറ്റ് ചെയ്യാം. അതേപോലെ മാക്സിമം സ്ട്രെച്ച് കൊടുക്കുക. റിസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക 10 times. ഓപ്പോസിറ്റും കൂടെ കൊടുക്കുക. ഈ വാമപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കരമാണ്. നമ്മൾ ചെയ്യുന്ന സമയത്ത് വാമപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല എന്താ പറയുക, നല്ലൊരു എനർജി, ഇനീഷ്യൽ എനർജി ഉണ്ടല്ലോ, അതെപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വർക്കൗട്ട് കണ്ടിന്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാമപ്പ് ഇല്ലാണ്ട് ഒരിക്കലും വർക്കൗട്ട് ചെയ്യാനും പാടില്ല. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യുക. ഒരു 10 സ്ക്വാട്ട്സ് എടുക്കാം. Seven, 8, 9, 10. പുഷപ്പ് സ്റ്റാർട്ട് ചെയ്താലോ. പുഷപ്സ് നോർമലി ഞാൻ എടുക്കുന്ന പോലെ തന്നെ 3 സെറ്റ്സ്, 20 നമ്പർ വെച്ചിട്ടുള്ള 3 സെറ്റ്സ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ബെറ്റർ, കുറവാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുക. പിന്നെ
പുഷപ്പ് എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് നല്ല ചെസ്റ്റിനും ഓവറോൾ ബോഡിക്ക് ചെസ്റ്റിന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാം. കുറച്ചും കൂടെ ചെസ്റ്റിന് പമ്പ് കിട്ടും. അത് നമുക്ക് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ടിന് മുന്നിൽ ചെറിയൊരു ആക്സലറേഷൻ പോലെ നമുക്ക് കിട്ടും. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ പുഷപ്സ്. Two, three, 4, 5, 6, 7, 8, 9, 10. Easy. ഞാനിപ്പോൾ 20 നമ്പറാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ റെസ്റ്റ് ഇല്ലാണ്ട് തന്നെ നമുക്ക് അടുത്ത 20 കൂടെ കൊടുക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓവറോൾ ബോഡി സ്ട്രെച്ചിൻ്റെ ഒരു വീഡിയോ ഞാൻ സ്ട്രെച്ചിങ്ങും ആബ്സിൻ്റെ വർക്കൗട്ടും മാത്രമുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അല്ല, കുറച്ച് കഴിയുമ്പോൾ അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടണമെന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ തേർഡ് സെറ്റ്. Seven, 8, 9. അപ്പോൾ കഴിച്ച് നമ്മളെ സ്ട്രെച്ചിങ് വീഡിയോ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിനി വർക്കൗട്ടിലേക്ക് കിടക്കാം. ഇതുപോലെ ചെസ്റ്റാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പ്ലസ് ട്രൈസെപ്സിന് ഒരു 3 വർക്കൗട്ട് മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അറിയില്ല, ടെമ്പറേച്ചർ പുറത്ത് കൂടുതലായതുകൊണ്ട് തന്നെ അത് നമ്മൾ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. മൊത്തം ഒരു 8 ഗെയിം, 5 for ചെസ്റ്റ് ആൻഡ് 3 for ട്രൈസെപ്സ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഹാർഡ് ബെഞ്ചിൽ ബാർബിൾസ് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. $15 നമ്പേഴ്സ് മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു. സെക്കൻഡ് സെറ്റിൽ നമുക്ക് 20 ലോഡ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, നമുക്ക് സെക്കൻഡ് സെറ്റിലേക്ക് കിടക്കാം. ഓക്കെ, 20 + 20 40. ലെറ്റ്സ് ഗോ. ഗ്രിപ്പ് ഷോൾഡർ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, അൺഈവൺ ആയിട്ട് പിടിക്കരുത്, ഈക്വലി ഈവൺ ആയിട്ട് പിടിക്കുക രണ്ട് സൈഡിൽ നിന്ന്, ബോത്ത് സൈഡ്സ്. ഓക്കെ, ലെറ്റ്സ് ഗോ. 15 നമ്പർ ഹിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് തേർഡ് സെറ്റിലേക്ക് പോവാം. 30 സെക്കൻഡ്സ് റെസ്റ്റ് കൊടുക്കാം ഇൻ ബിറ്റ്വീൻ.
ഇപ്പോൾ 20 40 kg ഉള്ളത്. നമുക്കൊരു 10 കൂടെ ആഡ് ചെയ്തിട്ട് 30 60 kg ആക്കാം. ഓക്കെ, 15 നമ്പേഴ്സ് പോകുമെന്ന് അറിയില്ല, പക്ഷേ മാക്സിമം ട്രൈ ചെയ്യാം. 12 അറ്റ്ലീസ്റ്റ് 12 എങ്കിലും അടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ലെറ്റ്സ് മോർ വെയ്റ്റ്സ്. Let's load more weights. Okay, let's go. Hit ചെയ്യാം. ഓക്കെ, മാക്സിമം 15 അടിക്കാൻ നോക്കാം. 15 അല്ലെങ്കിൽ 12. We'll try. Let's go. Let's go. Right, wait, baby. സെവനാണ് അടിച്ചത്. 7 ഈസ് ഫൈൻ. അപ്പോൾ നമുക്ക് ഒരു സെറ്റും കൂടെ അടിക്കാം. ഒരു 10 കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 3 or 4 നമ്പേഴ്സ് അടിക്കാൻ വേണ്ടി നോക്കാം. നമുക്ക് കോച്ചിനെ വിളിക്കാം സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലോഡ് ചെയ്താലോ? ബാ. അപ്പോൾ 40 + 40 80 kg. ലോഡിങ് 10 more. കോച്ചിനെ വിളിച്ചിട്ട് വരാം. ഓക്കെ, ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ 40 80 kg അടിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെ കോച്ചുണ്ട് സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. 3 or 4 ഫെയിലാവുന്നവരെ അടിക്കാം. ഓക്കെ, ഗോ. ലിഫ്റ്റ്. Three മതി. ഓ, ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് ബാർബൽ ഷോൾഡർ പ്രസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻക്ലൈൻ അപ്പർ ചെസ്റ്റ് ആണ്. ഇൻക്ലൈൻ എല്ലാവർക്കും അറിയുന്ന പോലെ ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് എപ്പോഴും നമ്മുടെ അപ്പർ ചെസ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കുറച്ച് ക്രോസ് ഗ്രിപ്പ് പിടിക്കാം. കോൺസെൻട്രേഷൻ മാക്സിമം അപ്പർ ചെസ്റ്റിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? 15 ഈച്ച് ബോത്ത് സൈഡ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 5 വെച്ചിട്ട് കൂട്ടാം. ഓക്കെ, 12 to 15 അടിക്കാൻ വേണ്ടി നോക്കാം. വിൽ ട്രൈ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈക്വലി നേരത്തെ പോലെ തന്നെ ഗ്രിപ്പ് ഹോൾഡ് ചെയ്യാം. നമ്മുടെ ചെസ്റ്റിൽ മാക്സിമം ടച്ച് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ് ടു ഹിയർ. 4 5 6 2 3 4 5 more. Easy. Let's go. 1 2 3 4 5.
ചെറിയൊരു ഹാക്ക് പറഞ്ഞുതരാം. നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ നമ്പേഴ്സ് കൗണ്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒറ്റ സ്ട്രെച്ചിൽ 15 വരെ കൗണ്ട് ചെയ്യാണ്ട് ഓൾവേസ് കൗണ്ട് ലൈക്ക് ഒരു 5 വരെ കൗണ്ട് ചെയ്യാം, നെക്സ്റ്റ് 5 വരെ കൗണ്ട് ചെയ്യാം, അടുത്ത 5 വരെ കൗണ്ട് ചെയ്യാം, അങ്ങനെ 15 കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഫീൽ ആവുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫാസ്റ്ററായിട്ട് നമുക്ക് ആ സെറ്റ്സ് 15 നമ്പറിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒറ്റ സ്ട്രെച്ചിൽ 15 വരെ കൗണ്ട് ചെയ്യുമ്പോൾ വി ഫീൽ ദ പ്രഷർ ഇൻസൈഡ് അല്ലേ. അപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നത് ഒരു 5 വരെ കൗണ്ട് ചെയ്ത് 3 സെറ്റ്സ് 5 വരെ കൗണ്ട് ചെയ്താൽ 15 ആയി. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനും പറ്റുന്ന പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്, തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും കൗണ്ട് ചെയ്യുമ്പോൾ അങ്ങനെ കൗണ്ട് ചെയ്യാനാണ് ശ്രമിക്കൽ. 5 വരെ കൗണ്ട് ചെയ്യും, പിന്നെ ഐ വിൽ സ്റ്റാർട്ട് വിത്ത് അഗൈൻ ഫ്രം 1 2 3 4 5 അഗൈൻ 1 2 3 4 5 അഗൈൻ 1 2 3 4 5. അപ്പോൾ 15 വരെ കൂളായിട്ട് നമുക്ക് പോകും. വെയ്റ്റ്സ് ഒരു വിഷയമല്ല. അതേപോലെ ബൈസെപ്സ് ആണെങ്കിൽ എന്താണെങ്കിലും ഇപ്പോൾ 20 ബൈസെപ്സ് കൾ അടിക്കുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് വിത്ത് 1 ദെൻ അഗൈൻ സ്റ്റാർട്ട് വിത്ത് 1 1 1 അങ്ങനെ 4 സെറ്റ്സ് 5 കൗണ്ട് വെച്ചിട്ട് ചെയ്യാം. ഈസി ആയിട്ട് നമുക്ക് നമ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ചെറിയൊരു ഹാക്ക്. ഓക്കെ, അപ്പോൾ നമുക്കൊരു 5 സെക്കൻഡ് സെറ്റാണ്. 5 കൂടി ലോഡ് ചെയ്യാം. 5 kg ലോഡ് ചെയ്യാം. ഇറ്റ് വിൽ ബി 20 ഈച്ച്, മീനിങ് 40. ഓക്കെ, 8 നമ്പർ എന്തായാലും പോകും. പിന്നെ കിട്ടുന്നൊക്കെ പിന്നെ നെക്സ്റ്റ് എക്സ്ട്രാ നമ്പേഴ്സൊക്കെ നമ്മുടെ ബോണസ് പോലെ കരുതിയാൽ മതി. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. സെക്കൻഡ് സെറ്റ് 8 to 10 numbers, if possible 15. Let's go. 4 5 6 8 1 2 Third set, he will again add 5. It will be 25 each. സ്പോട്ട് ചെയ്യാൻ ആളെ വിളിക്കാം. കോച്ച് ബിസി ആണോ എന്നറിയില്ല. We will try to get him. Okay, let's go. തേർഡ് സെറ്റ് അടിക്കാം. 5 more ആഡ് ചെയ്തിട്ടുണ്ട്. Let's see how it goes. Okay, let's go. One, 2, 3, 4, 5, 1. രണ്ട് ഗെയിം കഴിഞ്ഞു. ഒരു ഫ്ലാറ്റ് ബെഞ്ച് പ്രസ്സും ഇൻക്ലൈൻ ബെഞ്ച് പ്രസ്സും. അപ്പോൾ നമ്മളിനി ഡിക്ലൈൻ ബെഞ്ച് പ്രസ്സിലേക്ക് പോകുന്നു. അപ്പോൾ ഡിക്ലൈൻ മോസ്റ്റ്ലി നമ്മുടെ ലോവർ ചെസ്റ്റിലേക്കാണ് കോൺസെൻട്രേഷൻ പോവുക. മാക്സിമം ലോവർ ചെസ്റ്റ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് ഇൻക്ലൈൻ ബെഞ്ച് പ്രസ്. അത് ബാർബെല്ലായിക്കോട്ടെ, ഡംബൽസിലായിക്കോട്ടെ, കേബിൾസിലും ഉണ്ട്. അപ്പം നമ്മൾ മസ്റ്റായിട്ട് അതിൽ ഒരു മിനിമം ഒരു വർക്കൗട്ടെങ്കിലും നമ്മുടെ ചെസ്റ്റ് ഷെഡ്യൂളിൽ അത് ആഡ് ചെയ്തിരിക്കണം. കാരണം നമ്മുടെ ലോവർ ചെസ്റ്റ് ഷേപ്പ് ആവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. ചിലവർക്ക് ജെനറ്റിക്കലി അത് നല്ല സെറ്റായിട്ടുണ്ടാകും. പക്ഷേ ഇൻ കേസ് ഫാറ്റ് കണ്ടൻ്റ് ഉണ്ട് അല്ലെങ്കിൽ സാഗായി കിടക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഡിക്ലൈൻ ബെഞ്ച് പ്രസ് അല്ലെങ്കിൽ ഡിക്ലൈൻ ഡംബൽ പ്രസ്, കേബിൾ ഫ്ലൈസ് ഇതൊക്കെ മസ്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ അത് മിസ്സാക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നാൽ ഡിക്ലൈനിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ. We will add 15 again. Okay, let's go. മസ്റ്റായിട്ട് ലോക്ക് ഇടുക, അല്ലെങ്കിൽ എല്ലാം മറിഞ്ഞു കെട്ടി താഴെ പോകും. ഓക്കെ, സേഫ്റ്റി ഈസ് ഫസ്റ്റ്. സേഫ്റ്റി ഈസ് ഫസ്റ്റ്. ബി സേഫ്, ബി സേഫ്, ബി സേഫ്.
ലെറ്റ്സ് ഡു ഫസ്റ്റ് സെറ്റ്. ലോക്ക് സെറ്റ് ചെയ്യാം. കുറച്ച് ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ കുറച്ച് ലോക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഷോൾഡർ ഗ്രിപ്പ്. ഓക്കെ, സ്ലോലി, വെരി സ്ലോ ആയിട്ട് അടിച്ചാൽ മതി. 15 നമ്പേഴ്സ്. ഓക്കെ, ലെറ്റ്സ് ഗോ. Three, 4, 5 more. 1, 2, 3, 4, 5. Oh. Okay, നമ്മൾ നമുക്ക് തേർഡ് സെറ്റ് ചെയ്യാം. 25 each. ലെറ്റ്സ് ഗോ. തേർഡ് സെറ്റ് 10 നമ്പർ അടിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. Let's go. Guys, let's go. അപ്പോൾ 3 സെറ്റ് പ്രസ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ പെക്ക് ഫ്ലൈസ് അടിക്കാം. ഓക്കെ, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, അതേപോലെ നമ്മുടെ റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ പൊതുവെ ഫ്രം ലാസ്റ്റ് 3 ആണ് സെറ്റ് ചെയ്യൽ. ഓക്കെ, പെക്ടോറിയൽ ഫ്ലൈസ്. ലെറ്റ്സ് ഗോ. സെക്കൻഡ് സെറ്റിലോട്ട് പോവാം. വെയിറ്റ് ഒരു 10 kg കൂട്ടിയിട്ടുണ്ട്. സെയിം ഫോം 15 നമ്പേഴ്സ്. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4.
ഓക്കെ ഗൈസ്, 4th ഗെയിമിൻ്റെ ലാസ്റ്റ് സെറ്റ്. ലെറ്റ്സ് ഗോ. വെയിറ്റ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇൻക്രീസ് 5. 10 നമ്പർ അടിക്കാൻ നോക്കാം. ലെറ്റ്സ് ഗോ. 1 2 3 4 5 1 2 3 30 second rest, proper hydration, and we'll go 5th set. Okay, let's go. Guys, अब upper chest in കളിയാണ്. Okay, let's go. First set. One, 2, 3, 4, 5. Okay. The execution ഞാൻ പറഞ്ഞുതരാം. We will start from here and we will end here. Okay. It's not like this. Okay. We are concentrating on upper chest. അപ്പോൾ നമ്മുടെ execution correct ആവണം. We will start from here and end here. Slightly ഒന്ന് knee bend ചെയ്യാം. Okay, this is the form. Oh. Okay, we'll go for second set. Let's go. Three, 4, 5, 1, 2, 3, 4, 5, 1, 2, 3, 4, 5. Okay, we'll go for third set. Last set. അപ്പോൾ ഗൈസ്, നമ്മളെ ചെസ്റ്റിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം നല്ല പമ്പായിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ട്രൈസെപ്സിൻ്റെ വർക്കൗട്ട് കൂടി നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു പോസിങ് സെഷൻ ഫിനിഷ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവർ ഫുൾ വീഡിയോ കാണണം, പോസിങ് കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെസ്റ്റിൻ്റെ ലൈറ്റായിട്ടുള്ള 2 ട്രൈസെപ്സ് വർക്കൗട്ട് ചെയ്തിട്ട് വിൽ മൂവ് ഓൺ ടു പോസിങ് സെഷൻ. ഓക്കെ, ലെറ്റ്സ് ഗോ. ബാ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വർക്കൗട്ട് വീഡിയോ കഴിഞ്ഞു, ചെസ്റ്റും ട്രൈസെപ്സും. അപ്പോൾ എല്ലാവർക്കും വർക്കൗട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. അതിന് നമുക്ക് പോസിങ്ങിലേക്ക് പോവാം. ഒരു ക്വിക്ക് പോസിങ്. ഓക്കെ, ലെറ്റ്സ് ഗോ.
അപ്പോൾ ഗൈസ് നമ്മളെ കോച്ചിങ് സെഷൻ കഴിഞ്ഞു. ഇന്നത്തെ ഫുൾ സെഷൻ ഫിനിഷായി. അപ്പോൾ അത്യാവശ്യം നല്ല വർക്കൗട്ടാണ് കിട്ടിയത്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല പമ്പായി ട്രൈസെപ്സും പിന്നെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത ചെസ്റ്റും ഫുൾ പമ്പായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത്. താങ്ക് യു.